നഗരസഭയ്ക്കുള്ള വാർഷിക വിഹിതം വെട്ടിക്കുറച്ചതിൽ UDF സർക്കാരിനെതിരെ മട്ടന്നൂർ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ പ്രമേയം. UDF കൌൺസിൽ യോഗം ബഹിഷ്കരിച്ചു. 70% ഫണ്ട് കുറവുണ്ടായെന്ന് പ്രമേയത്തിൽ വൈസ് ചെയർമാൻ പറഞ്ഞു. നഗരസഭാ ഉപാധ്യക്ഷ ഒ പ്രീതയാണ് വെട്ടിക്കുറച്ച വികസന ഫണ്ട് പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെടുന്ന പ്രമേയം അവതരിപ്പിച്ചത്. കഴിഞ്ഞ വർഷത്തെ വിഹിതത്തെ അപേക്ഷിച്ച് 70% കുറവാണ് ഉണ്ടായിട്ടുള്ളത്. തനതു വരുമാന കുറവായ മട്ടന്നൂർ നഗരസഭയ്ക്ക് വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ വലിയ ബുദ്ധിമുട്ട് ഇത് സൃഷ്ടിക്കും. വെട്ടിക്കുറച്ച ഫണ്ട് പുനഃസ്ഥാപിക്കണമെന്നാണ് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടത്. അതേസമയം 2 മാസം മാത്രം പിന്നിട്ട UDF സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതിനു പിന്നിൽ രാഷ്ട്രീയമാണെന്ന് UDF കൗൺസിലർമാരുടെ ആരോപണം. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്താണ് വാർഷിക ഫണ്ട് തോതിൽ വെട്ടിക്കുറച്ചത്. 4 വർഷത്തെ ഭരണകാലത്ത് മട്ടന്നൂരിൽ യാതൊരു വികസനവും നടപ്പാക്കാത്ത ഭരണസമിതി ഇപ്പോൾ UDF സർക്കാരിനെ കുറ്റപ്പെടുത്തി തടിയൂരാൻ ശ്രമിക്കുകയാണെന്നും ഇവർ ആരോപിച്ചു. ഏറ്റവും അവസാനമായിട്ട് നമുക്ക് നോക്കിയാൽ കഴിഞ്ഞ 23, 24, 25 വർഷത്തിൽ ഏതാണ്ട് 3000 കോടി ഉറുപ്പിക പ്രകാരം ഏതാണ്ട് 6000 കോടി ഉറുപ്പികയുടെ പദ്ധതി വിഹിതമാണ് വെട്ടിക്കുറച്ചത്. ഏറ്റവും അവസാനം കിട്ടേണ്ടതായ സംഖ്യ 2500 അല്ല 3000 കോടി ഉറുപ്പികയോളം വരും. അതിൽ നമ്മുടെ മട്ടന്നൂർ നഗരസഭയ്ക്ക് ഏതാണ്ട് ഒരു 3 കോടി ഉറുപ്പികയോളം കിട്ടും. പക്ഷേ ഇതൊന്നും നൽകാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ വീർപ്പുമുട്ടിക്കുകയാണ്. കഴിഞ്ഞ തവണ തന്നെ നമുക്കറിയാം മൈൻ്റെനൻസ് ഗ്രാൻറ്റ് 1,59,00,000 രൂപ നമുക്ക് കിട്ടിയിട്ടില്ല. മട്ടന്നൂർ നഗരസഭയ്ക്ക് മാത്രം നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ 10 വർഷമായി ഓരോ വർഷവും കഴിഞ്ഞ പ്രളയത്തിൻ്റെ കാലം മുതൽ ആ സമയം മുതൽ 17, 18, 19, 20, 21 കോവിഡ് കാലമൊക്കെ പറഞ്ഞ് ആ സമയത്തുള്ള ഒരു നയാ പൈസ പോലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ എല്ലാ നിലക്കും പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ് ആയിരുന്നു കഴിഞ്ഞ കാലങ്ങളുണ്ടായിരുന്നത്. നഗരസഭയുടെ പൊതു ആവശ്യം മുന്നോട്ട് വെച്ച പ്രമേയത്തെ എതിർത്ത പ്രതിപക്ഷത്തിന്റെ നീക്കം രാഷ്ട്രീയ പ്രേരിതമാണ്. നടപ്പാക്കി വരുന്ന വികസന പ്രവർത്തനങ്ങൾ മുടക്കില്ലെന്നും തനതു ഫണ്ട് ഉപയോഗിച്ച് ഇവ തുടരുമെന്നും നഗരസഭാ അധ്യക്ഷൻ N. ഷാജിദ് പറഞ്ഞു. കഴിഞ്ഞ വർഷം നമുക്ക് 5,24,00,000 പ്ലാൻ ഫണ്ട് ജനറൽ എന്ന് പറഞ്ഞ് ലഭിച്ചത്. പ്ലാൻ ജനറൽ എന്ന് പറഞ്ഞാൽ പ്ലാൻ ജനറലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ ഫണ്ട് നമ്മൾ റോഡിനും നമ്മൾ എടുക്കലില്ല. അതെടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഡയാലിസിസ് സെൻ്ററിൻ്റെ മരുന്ന് വാങ്ങാൻ 55 ലക്ഷം രൂപ മാറ്റി വെക്കാം. വീട് റിപ്പയറിന് വേണ്ടിയിട്ട് ഒരു 10-50 ലക്ഷം മാറ്റി വെക്കാം. വയോമിത്രത്തിന് വേണ്ടി 10 ലക്ഷം മാറ്റി വെക്കാം. SSK കൊടുക്കാൻ 10 ലക്ഷം രൂപ മാറ്റി വെക്കാം. ഇങ്ങനെ ഉപയോഗിക്കുന്നത് സ്കൂളുകൾക്ക്, അംഗനവാടികൾക്ക് ഭക്ഷണം കൊടുക്കുക, വായനശാലകൾക്ക് ദിനപത്രം കൊടുക്കുക, ഇതിനെല്ലാം പ്ലാൻ ജനറൽ ഉപയോഗിക്കുക. അങ്ങനെ ഉപയോഗിക്കുന്ന ഫണ്ടാണ് ഇപ്പോൾ വെട്ടിക്കുറച്ചത്. 5,24,00,000 1,94,00,000 വരുമ്പോഴുള്ള അവസ്ഥ എന്നാ. അപ്പോൾ നമ്മൾ ഇന്നലെ വരെ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളൊന്നും നടത്താൻ പറ്റുന്ന സാഹചര്യം. UDF നേതാക്കളായ P. രാഘവൻ, PP. അബ്ദുൽ ജലീൽ, C. അജിത് കുമാർ, VN. മുഹമ്മദ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് കൗൺസിൽ യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയത്. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.